ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഒരുപക്ഷെ ദൈവം അനേകർക്ക് ലഭിക്കാത്തതായിരിക്കുന്ന ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മുൻപിലിരിക്കുന്ന നല്ല ഓഡിയൻസാണ്. അത് എണ്ണം കുറവായാലും കൂടുതലായാലും താല്പര്യത്തോടെ അതിരിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത് വായിക്കുന്നതും കേൾക്കുന്നവരും ഫോളോ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ കണ്ടു. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിൻ്റെ രീതിയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കൊണ്ട് അത് യൂട്യൂബിൽ അവൈലബിൾ ആയതുകൊണ്ടും അത് കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ രണ്ട് രീതിയിൽ പഠിക്കാനായിട്ട് കഴിയും. ബേസ്ഡ് ഓൺ ദ തിങ്സ് വിച്ച് യു ഹാവ് സീൻ, നിങ്ങൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച്, വിച്ച് ആർ ഇപ്പോഴായിരിക്കുന്ന കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതൊരു രീതിയാണ് പഠിക്കാനായിട്ട്. ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഔട്ട്ലൈനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ക്രിസ്തുവും സഭായുഗവും എന്നുള്ള ഒന്നും, പിന്നെ ക്രിസ്തുവും ഉപദ്രവകാലങ്ങൾ ട്രിബുലേഷൻ എന്നുള്ളതും, പിന്നെ ക്രിസ്തുവും ഫ്യൂച്ചർ ഭാവിയും എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന രണ്ട് ഔട്ട്ലൈൻസാണ്. ഇതല്ലാതെ നിങ്ങൾ കമൻട്രികൾ നോക്കുമ്പോൾ, പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി ഔട്ട്ലൈൻസ് കാണാനായിട്ട് കഴിയും. ഈ ഔട്ട്ലൈൻസ് ഒന്നും ദൈവസ്വാസീയമല്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ധരിക്കരുത്. അധ്യായങ്ങൾ പോലും അങ്ങനെയല്ല. ബൈബിളിലെ അധ്യായങ്ങൾ പോലും ദൈവസ്വാസീയമല്ല. അത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് 15-ാം അധ്യായം 1-ാം വാക്യം എന്ന് പറയുമ്പോൾ നമ്മളതിന് അനാവശ്യമായിരിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷേ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് നമുക്കിതൊക്കെ സഹായകരമാണ്. അതേപോലെയുള്ളൊരു ഔട്ട്ലൈനാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇത് റിജിഡായിട്ട് ഈ ഔട്ട്ലൈൻ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഇല്ല. വെളിപ്പാട് പുസ്തകം അപ്പോകാലിപ്സിസ് എന്ന് പറയുന്ന ശാഖയിൽ വരുന്നതാണ്. നേരെ കാര്യങ്ങളെ പറയാതെ അതിന് വേറെ ചില സിംബൽസ് അല്ലെങ്കിൽ മെറ്റഫോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ വ്യക്തമാക്കുന്നതാണ് ഈ ആഖ്യാന ശൈലി അല്ലെങ്കിൽ ഈ എഴുത്തിൻ്റെ രീതി. ആ രീതിയിലാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആ രീതിയിൽ വേണം, മനസ്സിലാക്കി വേണം നമ്മളത് വായിക്കേണ്ടത്. എനിക്ക് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ ഉള്ള എൻ്റെ മനസ്ഥിതി കൂടെ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് കൂടെ ഞാൻ പറയണമല്ലോ. ഞാൻ വളരെ ഡോഗ്മാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഇതാണ് കണിശമായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്ന് ഒരു പക്ഷമുള്ള ആളല്ല. പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്നാൽ എനിക്ക് താല്പര്യമുള്ളതും അല്ലെങ്കിൽ ഞാൻ പിൻപറ്റാൻ ഇഷ്ടപ്പെടുന്നതുമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ പല രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് പല രീതികൾ അല്ലെങ്കിൽ പല രീതിയിൽ അത് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ഇൻപുട്സ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. അതിൽ നമുക്ക് ഏറ്റവും യോഗ്യമായതും ദൈവാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നുകൂടെ അതിൻ്റെ അവസാന ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ചുകൊണ്ട് തുടങ്ങാം. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് നമുക്ക് ആ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ആയിരിക്കുന്ന ആ നോളജ് അല്ലെങ്കിൽ അത് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിൽ അതിന് പോയിൻ്റ് ചെയ്യുന്നത് യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് ഗോഡ് റിവീലിംഗ് ത്രൂ ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. യേശുക്രിസ്തുവിന് തൻ്റെ പുത്രന് ദൈവം നൽകിയതായിരിക്കുന്ന ആ വെളിപ്പാട് അത് ദൂതന്മാർ വഴി ഷോൺ ടു ദ ബോണ്ട് സെർവൻസ് ആൻഡ് that has been transmitted from God to Christ, then to angel, then to John, and then 7 churches, and for the whole church. ദൈവം ക്രിസ്തുവിന് നൽകി, ക്രിസ്തു ദൂതന്മാർക്ക് നൽകി. ദൂതനത് യോഹന്നാൻ 7 സഭകൾക്ക്, പിന്നെ അത് എല്ലാ സഭകൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ അവിടെ ഒരു ഹ്യൂമൻ ഏജൻറ്റ് മാത്രമാണ്. അപ്പോൾ അതിൽ കൂടുതൽ യോഹന്നാൻ അവിടെ സ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട് യോഹന്നാൻ എന്നുള്ളത് നമ്മൾ കണ്ടു. ഹീ ഈസ് ദ ബോണ്ട് സെർവൻറ്റ്. അപ്പോൾ ആ യോഹന്നാനാണ് ഇത് ദൈവം നൽകുന്നത്. ഹീ ഈസ് ഓൺലി എ ഹ്യൂമൻ ഏജൻറ്റ്. ഒരു വ്യക്തി മാത്രമാണ് ഈ കാര്യങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി. പിന്നെ നമ്മൾ വായിക്കുന്നത് മുൻപോട്ട് വരുമ്പോൾ 3-ാം വാക്യത്തിൽ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നതും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയമെടുത്തിരിക്കുന്നു. സോ ഈ ബ്ലസ്സഡ്നെസ് എന്നുള്ളൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ ഈ ചില വാക്കുകളൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും. അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നതും ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. എന്താണ് ഈ ഭാഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാഗ്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടത്, ബ്ലസ്സഡ് എന്നുള്ള വാക്കുകൊണ്ടാണ്. ഈ ബ്ലസ്സഡ്നെസ് വരുന്നത് എപ്പോഴും ദൈവത്തിൽ നിന്നാണ്. ഈ ബ്ലസ്സഡ്നെസ് വരുന്നത്, അനുഗ്രഹം, ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. പൂർണ്ണതയുള്ളവർക്കാണ് ഈ അനുഗ്രഹം നൽകാനായിട്ട് കഴിയുക. അപൂർണനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഗ്രഹം നൽകാനായിട്ട് കഴിയുകയില്ല. അവൻ്റെ അപൂർണതയിൽ നിന്ന് അനുഗ്രഹം നൽകാൻ കഴിയില്ല. പൂർണ്ണതയുള്ള എല്ലാം കൊണ്ട് സമൃദ്ധിയായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അനുഗ്രഹം നൽകാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനുഗ്രഹം നൽകുന്നത് ദൈവത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ചിന്തകൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒരു മനുഷ്യന് വേറൊരാളെ അനുഗ്രഹിക്കാൻ കഴിയുമോ എന്നൊരു ചിന്ത നമുക്ക് വരും. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ കഴിയുമോ? ഇത് പലപ്പോഴും സൂപ്പർഫിഷ്യലായിട്ട് സാധാരണ രീതിയിൽ നോക്കുമ്പോൾ, നമ്മൾ ഇമോഷണലായിട്ട് നോക്കുമ്പോൾ നമ്മളെക്കാളും ഉയർന്നൊരു വ്യക്തി, നമ്മളെക്കാളും മേലിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ തലയിൽ കൈ വെച്ചൊക്കെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ട് തന്നെയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിവ് കൂടുതലായിരിക്കാം, അനുഭവം കൂടുതലായിരിക്കാം, ആത്മീയത ചിലപ്പോൾ കൂടുതലായിരിക്കാം, മറ്റു പല കാര്യങ്ങളും ഒരുപക്ഷെ കൂടുതലായിരിക്കാം. പക്ഷേ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ അനുഗ്രഹിക്കാനുള്ള യാതൊരു പ്രാപ്തിയും ഇല്ല. അവൻ ചെയ്യാത്തവനോ തെറ്റില്ലാത്തവനോ അല്ല. അതുകൊണ്ട് ഈ മനുഷ്യരിൽ നിന്നുള്ള അനുഗ്രഹം വാങ്ങിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയായ ഒരു കാര്യമല്ല. അത് പാസ്റ്റർമാരാകാം, അച്ഛന്മാരാകാം, മൂപ്പന്മാരാകാം, ബൈബിൾ പഠിപ്പിക്കുന്നവരാകാം. അവരുടെ നിന്നൊന്നും അനുഗ്രഹം നമ്മളത് വാങ്ങിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ ഒരു നെറ്റിച്ചുളിയുന്ന കാര്യങ്ങളാണ് ഞാനിത് പറയുമ്പോൾ. എന്നാൽ അതൊക്കെ ശാന്തമായിരുന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതേ എനിക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ഒരു വ്യക്തിക്ക് നമ്മളെ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. അല്ലാതെ അതിന് പോലും ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് അതൊരു ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. എന്നാൽ അത് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത് നമുക്കത് കൂടുതൽ അറിയാനായിട്ട് ഇടയായിത്തീരും. അനുഗ്രഹം എപ്പോഴും ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് നമ്മളെ ആശീർവദിക്കേണ്ടത്, ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. മനുഷ്യനല്ല ആശീർവദിക്കേണ്ടത്, മനുഷ്യനല്ല അനുഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിങ്കൽ നമ്മൾ നമ്മുടെ അപേക്ഷകളെ വയ്ക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. പലപ്പോഴും പലരും അതിന് നമ്മളെ ഗൈഡ് ചെയ്യും, ടീച്ചേഴ്സ് ഗൈഡ് ചെയ്യും. അച്ഛന്മാരോ പാസ്റ്റർമാരോ ഉപദേശിമാരോ ഒക്കെ നമ്മളെ അതിലേക്ക് ഗൈഡ് ചെയ്യും. ആ ദൈവമാണെന്നാൽ നമ്മളെ
അനുഗ്രഹിക്കുന്നത്. സോ ബ്ലസ്സഡ് എന്ന് പറയുന്നതിന് ശരിക്കുള്ള അർത്ഥം സന്തോഷം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നതിനും ഇത് വായിക്കുന്നവനും ഇവരെല്ലാവരും എന്താ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. ഇത് കേൾക്കുകയും കേൾപ്പിക്കുന്നവരും എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 3 അനുഗ്രഹങ്ങളിൽ നമ്മൾ ഒന്ന് നമുക്കിന്ന് കിട്ടുകയാണ്. എന്താ? കേൾക്കുന്നവരായതുകൊണ്ട്. ഓക്കെ, ഇത് യൂട്യൂബ് വഴി കേട്ടാലും നേരെ ഡയറക്റ്റായിട്ടിരുന്ന് കേട്ടാലും ഇത് കേൾക്കുന്നത് അനുഗ്രഹമാണ്. ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. യഹൂദന്മാരുടെ പള്ളികളിലൊക്കെ വചനം ഉറച്ചു വായിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഉറച്ചു വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കും. അപ്പോൾ ആ കേൾക്കുന്നവരെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ളത്. സോ സ്ക്രിപ്ചേഴ്സ് ലൗഡായിട്ട് തിരുവചനം ഉറച്ചു വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകവും അതേപോലെ നമ്മൾ വായിക്കുകയും എപ്പോഴും ഉച്ചത്തിൽ അത് കേൾപ്പിക്കുകയും മറ്റുള്ളവരോട് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യേണ്ടത് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുന്നത് അതെന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ അല്ല. അതെനിക്കെല്ലാം പ്രത്യേകിച്ച് ക്രെഡിറ്റ് പറയുവാനുമില്ല. ഐ ആം സപ്പോസ് ടു ഡു ദാറ്റ്. പഠിച്ചിരിക്കുന്നവരെ, വചനം പഠിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിഷ്ഠയാണ്, തീരുമാനമാണ്. അതിലവർ ഫെയിലായി കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ അതവർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അല്ലാതെ ഇത് എനിക്ക് മനസ്സിന് സന്തോഷം നൽകുന്നത് കൊണ്ടോ എനിക്ക് ചിലരെ പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടോ, ഞാൻ എനിക്കെന്ന് പറയുമ്പോൾ എന്നെ അല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത് അല്ല. പക്ഷേ ദിസ് ഈസ് മൈ ഡ്യൂട്ടി. വചനം പഠിച്ചവർ ആരായാലും പഠിപ്പിക്കണം എന്നുള്ളത് ഡ്യൂട്ടിയാണ്. ആരെ പഠിപ്പിക്കണം എന്നുള്ളത് ഡിഫറെൻറ്റ് നമ്മുടെ ഏരിയാസ്, നമ്മുടെ കൃപാവരം അനുസരിച്ച് മാറിയിരിക്കും. സഭയിലായിരിക്കാം, ചെറിയ ഗ്രൂപ്പുകളിലായിരിക്കാം, സഹോദരിമാരെ സൺഡേ സ്കൂളിലായിരിക്കാം, അല്ലെങ്കിൽ സഹോദരിമാരുടെ മീറ്റിങ്ങിലായിരിക്കാം. അതിന് കൃപാവരം ലഭിച്ചവരും പഠിച്ചവരും ഇത് പഠിപ്പിക്കണം. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും ഇത് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ അനുഗ്രഹം പറയുമ്പോൾ കേഴ്സും പറഞ്ഞിട്ടുണ്ട്, ശാപവും പറഞ്ഞിട്ടുണ്ട്. അത് 22-ാം അധ്യായത്തിൽ അവസാനം വരുമ്പോൾ നമ്മളത് വായിക്കുന്നത് 18-ാം വാക്യം, 22-18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിലും അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ അവിടെ ഒരു അപകടം ഉണ്ട്. ബാധകളെ ദൈവം വരുത്തും, ഇതിനോട് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു രീതിയിലും ഈ പുസ്തകത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുവാനുള്ള ഒരു പെർമിഷനും തന്നിട്ടില്ല. അത് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകത്തിലെ മൊത്തമായിട്ടും എസ്പെഷ്യലി സ്പെസിഫിക്കലി വെളിപ്പാട് പുസ്തകത്തിലും ഉള്ള കാര്യങ്ങളെ ഇനിയൊരു പുതിയ വെളിപ്പാട് എന്ന് പറഞ്ഞ് അത് ആഡ് ചെയ്യാനായിട്ട് ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എനിക്ക് കിട്ടിയ വെളിപ്പാടെന്ന് ചിലർ പറയുന്നത് നമുക്ക് കാണാനായിട്ട്. അനേക കൾട്ടുകളൊക്കെ ഫോം ചെയ്തത് ഇങ്ങനെയുള്ള വീണ്ടും കിട്ടിയ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ കൾട്ടുകളൊക്കെ നമ്മൾ, കൾട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമുദായത്തിൽ തന്നെ അതിനിടയിൽ തന്നെ ഉണ്ടാകുന്ന ചില ഓഫ് ഷൂട്ട് അല്ലെങ്കിൽ ചില വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും ചില കാര്യങ്ങളാണ് ഈ കൾട്ടെന്ന് പറയുന്നത്. അപ്പോൾ പുതിയ പ്രവചനം നൽകിയിട്ട് ഇതിനോട് ചേർത്ത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. സോ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് പഠിക്കേണ്ടത്. അതുമാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ നോട്ട് പെർമിറ്റഡ് ടു റിമൂവ് സംതിങ്. ചില കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റാനുമുള്ള പെർമിഷനില്ല, ആഡ് ചെയ്യാനുമില്ല, അവിടെ നിന്ന് മാറ്റാനും കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പെർമിഷനില്ല. ആസ് ഇറ്റ് ഈസ്, എന്താണോ അതിലുള്ളത് അതാണ് നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം, ദൈവം ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനോട് വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. ഇനിയൊരു വെളിപ്പാടില്ല. ദൈവത്തിൻ്റെ അവസാനത്തെ വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം. അവിടെ അത് സീൽ ചെയ്തിരിക്കുകയാണ്. ഇനി അത് വേറെ ഒരു വെളിപ്പാട് ഇതിൻ്റെ മുകളിലില്ല. അപ്പോൾ ദൈവവചനം പെർഫെക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെയും തന്ന് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുക. ഇത് നമ്മൾ പഠിക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. മുൻപോട്ട് പോകാം.
നമ്മൾ ഇവിടെ 4-5 വാക്യങ്ങളിൽ വേദപുസ്തകമുള്ളവരെല്ലാവരും തന്നെ അത് തുറന്ന് ആ വാക്യങ്ങളും കൂടെ നോക്കുന്നത് സഹായകരമായിരിക്കും. 4-ാം വാക്യത്തിൽ യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവനിൽ നിന്ന് ഹൂ ഈസ്, ഹൂ വാസ് ആൻഡ് ഹൂ ഈസ് ടു കം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായത്. ദൈവത്തിൻ്റെ ആ മൂന്ന് ഫേസസ് അവിടെ പറഞ്ഞിരിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ ത്രിയേകത്വം അവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അത് ട്രയൂൺ ഗോഡാണ്. ദൈവം ട്രയൂൺ ഗോഡ്, അല്ലെങ്കിൽ 3 വ്യക്തികളും ചേർന്നിരിക്കുന്ന, വ്യക്തിത്വങ്ങളും ചേർന്നിരിക്കുന്ന ട്രയൂൺ ഗോഡിനെയാണ്, ആ എറ്റേണൽ ഗോഡിനെയാണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അവിടെ 7 ആത്മാക്കൾ എന്നുള്ളത് കാണുന്നുണ്ട്. 7 ആത്മാക്കൾ. എന്താ ഈ 7 ആത്മാക്കൾ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയെ കുറിക്കുന്നതാണ് 7 എന്ന് പറയുന്നത്. അല്ലാതെ 7 ആത്മാക്കളല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയെ കുറിക്കുന്ന, പെർഫെക്ഷനെ കുറിക്കുന്നതാണ് ഈ 7 എന്ന് പറയുന്നത്. ഫുൾനെസ്സാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 മിനിസ്ട്രി നമുക്ക് കാണാനായിട്ട് കഴിയും. യെശയ്യാപുസ്തകം 11:2. യെശയ്യാപുസ്തകം 11:2 ആർക്കെങ്കിലും വായിക്കാമോ? അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. അങ്ങനെ 7 പരിശുദ്ധാത്മാവിൻ്റെ 7 കാര്യങ്ങൾ അവിടെ, ജ്ഞാനം, വിസ്ഡം, ഇതെല്ലാം അവിടെ, ബലം, ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 7 മിനിസ്ട്രീസ്, പരിശുദ്ധാത്മാവിൻ്റെ 7 കർമ്മമണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജീസസ് ക്രൈസ്റ്റ്, ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്, ഫസ്റ്റ് ബോൺ ഓഫ് ദ ഡെഡ്, റൂളർ ഓഫ് ദ കിങ്സ് ഓഫ് ദ എർത്ത്. അവിടെ 3 കാര്യങ്ങൾ അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂരാജാക്കന്മാരുടെ അധിപതി. അപ്പോൾ അവിടെ വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂരാജാക്കന്മാരുടെ അധിപതി എന്നുള്ള 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ 5-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് എന്ന് പറയുന്നത്? എന്താണ് വിശ്വസ്ത സാക്ഷി? ഒരു കാര്യത്തെ കണ്ടിട്ട് അതിനെ എക്സാക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ശരിയായിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്. ഇഫ് ഐ സീ സംതിങ്, ഞാൻ എന്തെങ്കിലും കണ്ടു, ആ കണ്ടതിനെ എക്സാക്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ശരിയായിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയാൻ പറ്റും. നമ്മളെക്കൊണ്ട് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഇന്ന് രാവിലെ TV ചാനൽ വെച്ചപ്പോൾ ചാനൽ ഇങ്ങനെ മാറ്റി നോക്കും. ഒരു ന്യൂസ് തന്നെ നോക്കുമ്പോൾ ഓരോ ചാനലിലും പറയുന്ന വർണ്ണനകൾ വ്യത്യാസമുണ്ട്, അല്ലേ? ചാനലിൻ്റെ പോളിസി, പിന്നെ ഈ പറയുന്ന ഈ ദൃക്സാക്ഷി അല്ലെങ്കിൽ ആ ലേഖകൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പരിമിതി, അദ്ദേഹം കണ്ടതും മനസ്സിലാക്കിയതുമായിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. ഒരു ബസ് അപകടം രാവിലെ ഉണ്ടായി. ആ ബസ് അപകടത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് എല്ലാ ചാനലിലും വ്യത്യാസമായിട്ടാണ്. ചെറിയ വ്യത്യാസം നമ്മൾ ഭയങ്കരമായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ദ ഫാക്റ്റ് ഈസ് സംതിങ്. അതിനെ പറയുന്നത്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ഒരു എററുണ്ട്. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് അതൊന്ന് മനസ്സിൽ നല്ല പതിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഫാക്റ്റുണ്ട്. ഇതിന് ഉദാഹരണം ഞാൻ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 3ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വീഴുന്നു. അത് എന്തുകൊണ്ട് വീണു എന്നുള്ളത് ഫാക്റ്റാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ വ്യത്യാസമായിരിക്കും. ഒന്നുകിൽ അത് ആത്മഹത്യ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ വീഴുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ മാറും. അപ്പോൾ എന്തായിരിക്കും യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത്? ഇവിടെ സാക്ഷ്യം ഫെയിലാകുന്നതിന് കാരണം, അല്ലെങ്കിൽ തോറ്റുപോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിമിതികളാണ്, നമ്മുടെ കണ്ണുകൾ. ഇപ്പോൾ ഞാൻ പച്ച എന്ന് പറയുമ്പോൾ അത് പച്ചയല്ല, കിളിപ്പച്ച എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് എനിക്കുള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്തുകൊണ്ടാണ്? ഞാൻ കാണുന്ന പച്ചയാണ് എൻ്റെ ഭാര്യ കാണുന്ന പച്ച എന്നുള്ളത് എനിക്കറിയാൻ വഴിയില്ല. ആണോ?
ഞാൻ കാണുന്ന പച്ചയാണ് എൻ്റെ ഭാര്യ കാണുന്ന പച്ച എന്നുള്ളത് ഞാൻ ജനിച്ചപ്പം മുതൽ ഇതാണ് പച്ച എന്ന് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ കളർ എവിടെ കണ്ടാലും ഞാൻ പച്ചയാണ്, എനിക്കത് പച്ചയാണ്. ആ പച്ചയാണോ നിങ്ങൾ കാണുന്ന പച്ച എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഓക്കെ, അതേപോലെ ആ പച്ചയിലുള്ള പല ഹ്യൂസ് അല്ലെങ്കിൽ പല ഗ്രേഡ്സ് ഉണ്ട്. ഈ ഗ്രേഡുകൾ പൊതുവെ ആണുങ്ങൾക്ക് ഈ കളറിൻ്റെ ഗ്രേഡ്സ് കുറവാണ്, പെണ്ണുങ്ങൾക്ക് കളറിൻ്റെ ഗ്രേഡ്സ് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ സാരിയോ മറ്റു കാര്യങ്ങളോ വാങ്ങുമ്പോൾ നമ്മൾ ഹസ്ബൻഡ്സ് ചെയറിൽ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം അവർ കാണുന്ന കളറല്ല നമ്മൾ കാണുന്ന കളറ്. അത് കല്യാണം കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ പല കാര്യങ്ങൾ പഠിച്ചിരിക്കണം നമ്മൾ. അപ്പോൾ ഈ കളേഴ്സ് മാറുന്നത് അവരുടെ കണ്ണുകളുടെ ആ പ്രതിഫലനവും അതിനെ അബ്സോർവ് ചെയ്യുന്നതും. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, ഞങ്ങളുടെ അറ്റൻഡർ പോയവൻ പറഞ്ഞു, ആ പച്ച സാരി ഉടുത്ത അറ്റൻഡർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പച്ച സാരി അല്ലല്ലോ, ചുമന്ന സാരിയല്ലേ ഉടുത്തിരിക്കുന്നത്? അല്ല, പച്ച സാരിയാ. ഞാൻ പറഞ്ഞു, ചുമന്ന സാരി ഉടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിന് പച്ചയും ചുമപ്പും കാണുന്നത് ഗ്രേ ആയിട്ടാണ്. അദ്ദേഹം കാണുന്ന ഗ്രേ ആണ്. ആ ഗ്രേ കളറിൽ ഇച്ചിരൂടെ ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിൽ പച്ചയാണെന്നും ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ ചുമപ്പാണെന്നും അദ്ദേഹം കുഞ്ഞുനാൾ തൊട്ടേ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിയ ഗ്രേ അദ്ദേഹം കാണുന്നത് പച്ചയായിട്ട്, അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്, വിശ്വസിച്ചിരിക്കുന്നത് അതാണ് പച്ച. ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഗ്രേ ചുമപ്പെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ ലൈറ്റിൻ്റെയൊക്കെ ക്രമീകരണത്തിൽ അദ്ദേഹം ശരിക്കുള്ള ആ ഇൻറ്റൻസിറ്റി കൂടിയ പച്ച അദ്ദേഹം കണ്ടത് ഇൻറ്റൻസിറ്റി കുറഞ്ഞ പച്ചയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് ചുമപ്പാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട്. അതുകൊണ്ടാണ് ടെസ്റ്റുകളുള്ളത്. ഈ കളർ ബ്ലൈൻഡ്നെസ് കമ്പനികളിലൊക്കെ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ടെസ്റ്റ് വെക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിട്ട് 6 ആണോ 8 ആണോ 7 ആണോ എന്ന് അറിയാനായിട്ടുള്ള ബുക്സ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ അതുകൊണ്ട് ഈ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, അത് പച്ച കത്തി കൊണ്ടാണ് കുത്തിയെന്നോ അല്ലെങ്കിൽ പച്ചയായിരുന്നോ അതെന്നോ ആ വീടിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല, അത് ചുമപ്പാകാനും സാധ്യമാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് മനസ്സിൽ പതിയാൻ വേണ്ടി പറയുകയാണ്. ആർക്കാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നൽകാൻ കഴിയുക? എല്ലാ പരിപൂർണതയും ഉള്ള ഒരാൾക്ക് മാത്രമേ പെർഫെക്റ്റായിട്ടൊരു കാര്യത്തെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പെർഫെക്റ്റായിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് കൂടെയുള്ള, ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവവുമുള്ള, ദൈവത്തിൻ്റെ എല്ലാ പൂർണ്ണതയുമുള്ള ഒരാൾക്കേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രോഫറ്റിനോ ഒരു വ്യക്തിക്കോ എത്ര വിഷൻ അദ്ദേഹം കണ്ടാലും ഹീ കനോട്ട് ഡിസ്ക്രൈബ് ഗോഡ്. അപ്പോൾ പിതാവായ ദൈവത്തെ നമ്മുടെ മുമ്പിൽ പറയാൻ പറ്റിയ ഒരേ ഒരാൾ ദൈവം തന്നെയാണ്, പുത്രനായ ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ വിശ്വസ്ത സാക്ഷി എന്നും പെർഫെക്റ്റ് ആയിരിക്കുന്ന ടെസ്റ്റ് മണി പറയാനായിട്ട് കഴിയുന്ന ഒരാളെന്ന് പറയുന്നതും യേശുക്രിസ്തു മാത്രമാണ്. അവിടെയാണ് നമ്മൾ വാക്ക് വരുന്നത്. എന്താ? ഞാൻ തന്നെ സത്യം എന്ന് പറയുന്നതിന് കാരണം. സത്യം എന്നുള്ളത്, ട്രൂത്ത് എന്ന് പറയുന്നത് ആ യഥാർത്ഥ കാര്യത്തെ ശരിയായ രീതിയിൽ പറയുവാനായിട്ട് കഴിയുന്ന ആളെന്നുള്ളതാണ്. അതാണ് യേശുക്രിസ്തു സത്യം എന്ന് നമ്മൾ പറയുന്നതിന് കാരണം. ഹീ ഈസ് ട്രൂത്ത് എന്ന് പറയുന്നതിന് കാരണം അവൻ എക്സാക്റ്റ് ആയിരിക്കുന്ന കാര്യത്തെ പറയുന്നു. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. ക്ലിയർ ആയോ? ഇത്രയും ഞാൻ ഉദാഹരണം പറഞ്ഞത് കൊണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള യേശുക്രിസ്തുവിനെയാണ് അവിടെ നമ്മൾ കാണുന്നത്. അവനെ ഡിസ്ക്രൈബ് ചെയ്തതിന് വിശ്വസ്ത സാക്ഷിയെന്ന്. രണ്ടാമത് കാണുന്നത് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുള്ളത് കൊണ്ട് ഇതെനിക്ക് എളുപ്പമാണ്. അത് പ്രോട്ടോട്ടോക്കോസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇൻ പ്രീഎമിനൻസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും മുൻഗാമി അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും മുൻപിലുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ജനിച്ചവൻ എന്നുള്ളത് കൊണ്ട് ആദ്യം ജനിച്ചു എന്നുള്ള നമ്മുടെ ചിന്തയിൽ വരുന്ന ജനനമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന. ജനനം എന്ന് പറയുന്നത് എല്ലാറ്റിലും മുൻപേ ഉള്ളവൻ, എല്ലാറ്റിനെയും മുൻപേ ഉള്ളവൻ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് ഉയിർത്തെഴുന്നേൽപ്പിലാണ്. ലോകത്തിലെ ഉയിർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തു, മനുഷ്യനായി വന്ന് ഉയിർത്തെഴുന്നേറ്റവൻ.
അവൻ അതിൽ പ്രീ എമിനൻസ് ഉള്ളതുകൊണ്ട്, ഫസ്റ്റ് ആയതുകൊണ്ട് അവൻ്റെ പുറകെയാണ് നമ്മളെല്ലാവരും ഇനി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. ഒരു പുതിയ ശരീരത്തോടെ, ഗ്ലോറിഫൈഡ് ബോഡി. ആ പുതിയ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും അവൻ്റെ പുറകെയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. അടുത്തത്, ഭൂരാജാക്കന്മാരുടെ അധിപതി. എന്താ വാക്കിൻ്റെ അർത്ഥം? ഇതൊക്കെ ഞാൻ ഇതൊക്കെ നമുക്ക് വീണ്ടും അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഈ വാക്കുകൾ കൂടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു പോകുന്നത്. അത് അല്ലാതെ മുഴുവൻ അങ്ങ് പെട്ടെന്ന് എനിക്ക് പാസേജ് എടുത്തു പോകുന്നത് അതൊരു തൃപ്തി നൽകുകയില്ല. അതുകൊണ്ടാണ് വാക്കുകൾ കൂടെ ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ വളരെ അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന വാക്കുകളാണ്. ഇത് ക്ലാരിറ്റി ഉണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഭൂരാജാക്കന്മാരുടെ അധിപതി, റൂളർ ഓഫ് ദ കിങ്സ് ഓഫ് ദ എർത്ത്. ഭൂരാജാക്കന്മാരുടെ അധിപതി, രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നവൻ അവനാണ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ബൗണ്ടറി, അവരെന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ കർത്താവാണ്. അതാണ് പറയുന്നത്. അപ്പോൾ എത്ര നാൾ ഭരിക്കണമെന്നുള്ളത്, എവിടെ ഭരിക്കണമെന്നുള്ളതൊക്കെയും നിർണ്ണയിക്കുന്നത് യഹോവയാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ്. നമ്മൾ വിചാരിക്കും യേശുക്രിസ്തു ദൈവം ഈ ഭൂമിയിലൊന്നും ഇടപെടുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെയിസം എന്ന് പറയും. പല വലിയ വിഖ്യാതന്മാരായിരിക്കുന്ന ആൾക്കാരൊക്കെയും വിശ്വാസികൾ തന്നെ അത് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ ദൈവം ഒന്നിലും ഇടപെടുന്നില്ല എന്ന് പറയും. പക്ഷേ എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടുന്നുണ്ട് എന്നുള്ളത്. ബട്ട് ഹി ഹാസ് ഡിഫൈൻഡ് ദ ബൗണ്ടറി. എവിടം വരെ എങ്ങനെ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എത്ര വർഷം ഭരിക്കണമെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി വരണമെന്നുള്ളതോ, ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് എത്ര നാൾ ഉണ്ടായിരിക്കണമെന്നെല്ലാം ഹൂ ഡിഫൈൻഡ്? ആരാണ് ഡിഫൈൻ ചെയ്തത്? യേശുക്രിസ്തു. വളരെ അത്ഭുതകരമല്ലേ അത്? അപ്പോൾ ഈ ഭരണമൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഹിറ്റ്ലറിനെ ആക്ച്വലി കുഞ്ഞിലേക്ക് എനിക്ക് ചോദ്യം ഉണ്ടാകാറുണ്ട്, വൈ ഗോഡ് പെർമിറ്റഡ് ഹിറ്റ്ലർ, അല്ലേ? ദൈവം എന്തുകൊണ്ട് ഹിറ്റ്ലറിനെ പെർമിറ്റ് ചെയ്തു എന്ന് നമ്മളിവിടെ പ്രസംഗത്തിൽ സജി മാത്യു സോഹറിന് എടുക്കുകയും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഹിറ്റ്ലറിനെ ആക്ച്വലി അമ്മ ഗർഭം ധരിപ്പിച്ചപ്പോൾ കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചതായിരുന്നു. അവസാനമാണ് പിന്നെ എന്നാൽ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് അമ്മ തീരുമാനിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ആ കുഞ്ഞായിരിക്കുമ്പോൾ നൂൽപ്പാലത്തിൽ കൂടി പുറത്ത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്ന ആളാണ് ഹിറ്റ്ലർ. അന്ന് ഹിറ്റ്ലർ മരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹിറ്റ്ലർ ജനിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലേ? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇതാണ്. ഹി വാസ് അബൌട്ട് ടു ബി അബോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. എന്നിട്ട് പിന്നെയാണ് ഹിറ്റ്ലർ ജനിക്കുന്നത്. ഒരുപക്ഷെ ഹിറ്റ്ലറിലായിരുന്നെങ്കിൽ വേറെ ഹിറ്റ്ലറോ വേറെ രീതിയിലോ വന്നിരിക്കും. ബട്ട് ഗോഡ് പെർമിറ്റഡ്, ദൈവം പെർമിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഈ ഹിറ്റ്ലർ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് ദൈവം ഏർപ്പാട് ചെയ്തില്ല. ദ ബൗണ്ടറി വാസ് ഡിഫൈൻഡ്. അവിടെ ഏത് രാജ്യത്ത് എവിടെ പ്രവർത്തിക്കണം എന്നുള്ളതും ആധിപത്യം പ്രകടിപ്പിക്കണമെന്നുള്ളതും ദൈവം തീരുമാനിച്ചതാണ്. സോ ലൈക്ക് വൈസ് ഗോഡ് പെർമിറ്റ്സ്. പല കാര്യങ്ങളും ദൈവം പെർമിറ്റ് ചെയ്തിരിക്കുന്നതും പെർമിറ്റ് ചെയ്യാതിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനം. അപ്പോൾ നമ്മളിന്ന് പല കാര്യങ്ങളും നമ്മൾ ഇതുവരെയും ഇത്ര നേരം നമ്മളെ കണ്ടിരിക്കുകയാണ്. ഇനിയും നോക്കുക, അടുത്തതിലേക്ക് പോകുമ്പോൾ ഇനിയും നമുക്ക് ത്രില്ലിംഗ് ആണ്. പല കാര്യങ്ങളും പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഉത്സാഹം നൽകുന്ന കാര്യങ്ങൾ ഉണ്ട്. പ്രസൻറ്റ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് 5 മുതലുള്ള വാക്യങ്ങൾ. ഇനി നമ്മളെ സ്നേഹിക്കുന്നവന് നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് ആറാമാക്കി നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ എന്നേക്കും മഹത്വവും ബലവും. എന്തോ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരും. കർത്താവിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ദ പ്രസൻറ്റ് വർക്ക്. അവൻ്റെ ഇപ്പോഴത്തെ വർക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ലവിങ് അസ്. നമ്മളെ സ്നേഹിക്കുന്നവനാണ്. ഈ സ്നേഹിക്കുന്നവനെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നതല്ല എനിക്ക് തന്നു കഴിഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്. ആണോ? അല്ല. നമ്മളെ അവൻ സ്നേഹിച്ച് കഴിഞ്ഞു. എങ്ങനെയാ? പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം തന്നു കഴിഞ്ഞപ്പോഴേ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ദൈവം നമുക്ക് തന്നു കഴിഞ്ഞപ്പോഴേ, ഐ ഓൾവേസ് വണ്ടർ, ഈ
ചില ലാറ്റിറ്റ്യൂഡ്സ്, ചില ഇടത്തൊക്കെയും ദൈവവചനം എത്തിച്ചേർന്നിട്ടേ ഇല്ല, ചില രാജ്യങ്ങളിലെല്ലാം അല്ലേ. 10x40 വിൻഡോ, 10x40 വിൻഡോ കേട്ടിട്ടുണ്ടോ? 10x40 വിൻഡോ. അപ്പോൾ ഈ 10x40 വിൻഡോയുടെ 10 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. എന്തോ ഭൂമിയിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. വര പോയൊന്ന് കാണാൻ, നമുക്ക് വരയൊന്നും കാണാൻ പറ്റത്തില്ല. അത് എന്തുവാണ്, നമുക്ക് ഇമാജിനറി ലൈൻസ്. ഈ 10 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൻ്റെയും നമ്മൾ ഭൂപടം എടുത്ത് കഴിഞ്ഞാൽ സുവിശേഷം വളരെ ലെസ്സായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പെർസിക്യൂഷൻസ് ഒത്തിരിയുള്ള രാജ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആളേലും നമ്മുടെ ഈ കേരളത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്കും പലയിടങ്ങളിലേക്കൊക്കെ ഈ വചനം എത്തിച്ചേരാനായിട്ട് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലേ, നമ്മുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടാണോ നമ്മുടെ അടുത്തേക്ക് ദൈവവചനം എത്തിച്ചേരാനായിട്ട്? സോ ദൈവം നമ്മളെ പർട്ടിക്കുലറായിട്ട്, നമുക്ക് ചിന്ത മറ്റുള്ളവരെക്കുറിച്ചാണ് ആദ്യം വരുന്നത്, അവരെ എന്ത് ദൈവം സ്നേഹിച്ചില്ല. പക്ഷേ നമ്മളെ എന്തുകൊണ്ട് ദൈവം സ്നേഹിച്ചു? എന്തുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു? നമ്മുടെ അടുത്തേക്ക് ഈ സുവിശേഷം എത്തിച്ചേരാനായിട്ട് കപ്പലിലൊക്കെ ഇവരൊക്കെ കടന്നു വന്ന് മിഷണറിമാർ പ്രവർത്തിക്കാൻ, ദൈവവചനം ഇവിടെ എത്തിക്കുവാനായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ കേരളത്തിൽ നടക്കാനായിട്ട് ഈ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരവും അത്ഭുതവുമാണ് ഈ സുവിശേഷമൊക്കെ എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം ഒന്നും വേണ്ട, ക്രൂസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ കർത്താവ് ക്രൂസിലെ മരിച്ചത്. അപ്പോൾ ഈ സ്നേഹം കർത്താവ് നമ്മളോട് പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുക. ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ട. എന്നാൽ പിന്നെ അടുത്തുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഈസ് ഗോയിങ് ടു കം, ഹി വിൽ റിട്ടേൺ, അവൻ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇതിനിടയിൽ നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഹി ഹാസ് മെയ്ഡ് us കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്ന് നമുക്കവിടെ കാണുന്നുണ്ടല്ലേ. നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യവും പുരോഹിതന്മാരും നമ്മളെ ആക്കി വച്ചിരിക്കുക. പുരോഹിതന്മാരാണ് നമ്മൾ എപ്പോഴും, നമ്മൾ ഞായറാഴ്ച നമ്മളത് കേൾക്കുന്ന കാര്യമാണ് പുരോഹിതന്മാരെന്നുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ, പുരോഹിതന്മാർ അവരെ തന്നെ വെടിപ്പാക്കി സൂക്ഷിക്കുന്നത്, പുരോഹിതന്മാരുടെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളാണ്. പുരോഹിതന്മാരാക്കി രാജ്യമാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യവും രാജാക്കന്മാരും ഒക്കെ നമ്മളെ ആക്കിയിരിക്കുക. ഞാൻ കൂടുതൽ ഡീപ്പ് പോകുന്നില്ല, ഒന്ന് ചിന്തിച്ചിട്ട് പോവുക. നമ്മളെ രാജാക്കന്മാരാക്കിയിരിക്കുക. അതിന് ശരിക്കുള്ള രാജാക്കന്മാരെന്നുള്ള ആ പദവി നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? ഇപ്പോൾ നമ്മൾ രാജാക്കന്മാരായിട്ട് നമ്മൾ റോൾ എടുത്തിട്ടില്ല. വീട്ടിൽ രാജാക്കന്മാരാണ്, എന്നാൽ സാധാരണ നമ്മൾ അല്ലേ രാജാക്കന്മാരല്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ രാജാക്കന്മാരാകുന്നത്? 1000 വർഷത്തെ ഭരണത്തിൽ. ഇന്നലെ ഞാൻ അടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മൾ മണവാട്ടി, സഭ മണവാട്ടി, കർത്താവുമായിട്ടുള്ള ബാന്ധവം, വിവാഹം നടന്നു കഴിഞ്ഞിട്ട് കർത്താവും ഒരുമിച്ച് നമ്മൾ എന്തൊരു പ്രൗഢിയോടായിരിക്കും ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത്. അറിയാമല്ലോ അല്ലേ, വിശ്വസിക്കുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ പോയി ഇരിക്കാനല്ല പോകുന്നത്, ഭയങ്കര ജോലിയാണ് നമുക്കുള്ളത്. ഇപ്പം നമുക്ക് ഒരാളേ ഉള്ള IAS, ഒരാളെ IPS ഉള്ളു. പക്ഷെ അന്ന് പല IASകാരും IPSകാരും രാജാക്കന്മാരും ഒക്കെ അന്നുണ്ടായിരിക്കും. നമ്മളായിരിക്കും ഭരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്ക്. ഇന്ന് കർത്താവ് വന്നാൽ, ഇത് 2026 അല്ലേ, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ രാജാവാകുന്ന എപ്പോഴാണ്? ഈ മാത്തമാറ്റിക്സ് 7 വർഷം കഴിയുമ്പോൾ ഞാൻ ആരാ പറയാൻ ചില മടിയാണോ? 7 വർഷം കഴിഞ്ഞാൽ, ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ 7 വർഷം കഴിയുമ്പോൾ ഞാൻ രാജാവാണ്. അറിയാമോ? രാജാവാണ്. ഇന്ന് കർത്താവ് വന്നാൽ 7 വർഷം കഴിഞ്ഞാൽ ഞാൻ രാജാവാണ് ഈ ഭൂമിയിൽ. എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയത്തില്ല. പക്ഷേ ദൈവം നമ്മളെ രാജാക്കന്മാരായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഗിവൺ ദ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് തന്നിരിക്കുക, നമ്മൾ രാജാക്കന്മാരായിട്ട് ഈ ഭൂമിയിൽ. പക്ഷേ ഇന്ന് നമ്മൾ ആരാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആരാ? പുരോഹിതന്മാരാണ്. ഇന്ന് നമ്മൾ പുരോഹിതന്മാരാണ്.
അതുകൊണ്ട് പുരോഹിതന്മാർ എന്നുള്ള ശുശ്രൂഷയിൽ രാജാക്കന്മാരാകുന്നത് ഈ പറയുമ്പോഴത്തേന് വളരെ സന്തോഷം തോന്നി, ആ അധികാരമൊക്കെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് അല്ലേ? ഒന്ന് ഇരുന്നാൽ എന്ത് രസമായിരിക്കും എന്നുള്ളത്. എന്നാൽ പുരോഹിതന്മാർ എന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തു വലിയ പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇച്ചിരി പതുക്കെ പോവുകയാണോ എന്ന് എനിക്ക് സംശയം. ഇനി മുമ്പോട്ട് പോവാം. ഇനി ജോൺസ് റെസ്പോൺസ്, ഫ്യൂച്ചർ വർക്ക് ഹി വിൽ റിട്ടേൺ ആൻഡ് എവറി ഐ വിൽ സീ ഹിം. എല്ലാവരും അവനെ കാണും. എങ്ങനെയാ? അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും. ആരാ അത്? യഹൂദന്മാർ അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ആരാ വിലപിക്കുന്നത്? എന്താ വിലപിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കരയും അവർ. കർത്താവിനെ സ്വീകരിക്കാത്തവർ അവൻ ഞങ്ങളെ ഒന്ന് കടാക്ഷിക്കണമേ, നോക്കണേ, ഞങ്ങളെ കൈവിടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ആ രംഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ യോഹന്നാനുണ്ടായ റെസ്പോൺസ് എന്താണ്? ആമേൻ. എന്താ ആമേൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാകട്ടെ, അല്ലേ? അങ്ങനെയാകട്ടെ എന്നുള്ളതാണ് ആമേൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അൽഫ ആൻഡ് ഒമേഗ, അവിടെ 8-ാം വാക്യത്തിൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. എന്താ ഈ അൽഫ ഒമേഗ ഉപയോഗിച്ചത്? അൽഫ ഒമേഗ എന്താണ്? ആദ്യത്തേതും അവസാനത്തേതും. ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തേതും അവസാനത്തേതും അൽഫ ആൻഡ് ഒമേഗ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് അൽഫ ഒമേഗ അവിടെ? എബ്രായ ഭാഷയിലില്ലേ? എന്തുകൊണ്ട് എബ്രായ ഭാഷ ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് അൽഫ ഉപയോഗിച്ചില്ല? അല്ലെങ്കിൽ എ എന്നും ഉപയോഗിച്ചില്ല, ഇസഡ് ഒന്നും ഉപയോഗിച്ചില്ല? ഈസിയാ ഉത്തരം. വാട്ട് കൾച്ചർ? കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. എന്ത് കൾച്ചറ്? യവന സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം. ബൈബിള് ഇവിടെ എഴുതുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. സിമ്പിൾ ആൻസർ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ. നമ്മൾ ഇസ്രായേലിന് എൻഡ് ടൈംസ് എന്നുള്ളൊരു ക്ലാസ് നമ്മളെടുത്ത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ജാതികളുടെ കാലമാണ്. ടൈം ഓഫ് ജെൻറ്റൈൽസ്. ഇപ്പോൾ യൂതന്മാരുടെ കാലമല്ല, ഇസ്രായേലിൻ്റെ കാലമല്ല. ഇപ്പോൾ ജാതികളുടെ ഡോമിനേഷനുള്ള ജാതികളുടെ കാലമാണ്. ഇപ്പം സഭ അതാണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അവിടെ ഇസ്രായേൽ എന്നുള്ള നേഷനെ ദൈവം സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടൊന്ന് അവിടെ ഫ്രീസ് ചെയ്തിട്ട് 2000 വർഷങ്ങൾക്കായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാതികളുടെ കാലം എന്ന് പറയുന്ന പീരീഡാണ്. ടൈം ഓഫ് ജെൻറ്റൈൽസ് ആണ്. അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് ഗ്രീക്ക് ആയതുകൊണ്ടാണ് ഹീബ്രു ഉപയോഗിക്കാതെ ഇവിടെ ഗ്രീക്കിലുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈം ഓഫ് ജെൻറ്റൈൽസ്. മാത്രമല്ല, ഈ അൽഫ ഒമേഗ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് ആദിയും അവസാനവും ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒംനീഷ്യൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ് അൽഫ ആൻഡ് ഒമേഗ. സോ അൽഫ ആൻഡ് ഒമേഗ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കുറിക്കുന്ന വാക്കുകളാണ്. പിന്നെ ഇരുന്നവനും വരുന്നവനും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സർവശക്തിയുള്ളവനായിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് 3 കാര്യം: ഒംനീഷ്യൻസ് ഓഫ് ഗാഡ് കിട്ടുന്നു, ട്രാൻസെൻഡൻസ് ഓഫ് ഗാഡ് ആൻഡ് ഒംനിപൊട്ടൻസ് ഓഫ് ഗാഡ്. ഇത് 3 നമുക്കവിടെ സർവജ്ഞാനവും അവൻ്റെ സർവാതിശായി ആയ ഭൗതികത്തിനൊക്കെ മുകളിലുള്ളവൻ ആയിരിക്കുന്ന ദൈവവും സർവശക്തനുമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. അടുത്തത് ഇനി യോഹന്നാൻ എന്താ കണ്ടത്? യോഹന്നാൻ എവിടെയാ? പത്മോസ് ദ്വീപിൽ. ഓക്കെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് യോഹന്നാൻ ആയിരിക്കുകയാണ്. ഈ ആദ്യത്തെ നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായി. വളരെയധികം പ്രശ്നങ്ങൾ. നമ്മുടെ ചിന്ത അങ്ങ് പോകണേ, പുറകിലോട്ടൊന്ന് പോയിട്ട് ആദിമ നൂറ്റാണ്ടിലേക്കൊന്ന് നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ആദ്യം നമ്മൾ
കാണുന്നത് ഈ ക്രിസ്തുമതം ഇങ്ങനെ വരുന്നു, ക്രിസ്ത്യാനികൾ കൂടുതൽ കൂടുതൽ പേര് രക്ഷിക്കപ്പെടുന്നു വരുന്നു. എന്നാൽ അന്ന് ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശങ്ങളെല്ലാം? ആരുടെ ആധിപത്യത്തിലാണ്? റോമാ സാമ്രാജ്യം. ഈ റോമാ സാമ്രാജ്യം യഹൂദന്മാർക്ക് വളരെയധികം പരിഗണന കൊടുത്തിരുന്ന ഒരു സാമ്രാജ്യമാണ്. ഒത്തിരി പരിഗണന കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പുതിയ നിയമം വായിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് വായിക്കാൻ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയാനൊക്കെ ഉണ്ടായ കാരണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പറയാന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം റോമാ സാമ്രാജ്യം യഹൂദന്മാർക്ക് പല വിധത്തിലുള്ള സൗകര്യങ്ങളും അവരെ പെർമിറ്റ് ചെയ്തിരുന്നു. അവരുടെ ആരാധനയും അവരുടെ കാര്യങ്ങളൊക്കെ പെർമിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഈ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തു മതം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ യഹൂദന്മാർ ക്രിസ്തു മതത്തെ അവരുടെ സെക്റ്റിൽ പെട്ടതായിട്ട് അവർ കണക്കാക്കാൻ അവരെ കൊണ്ട് പ്രയാസം തോന്നി. യഹൂദന്മാർ ക്രിസ്ത്യാനികളെ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് അവരുടെ സ്വാധീനം റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് റോമൻ സാമ്രാജ്യവും ക്രിസ്ത്യാനികളെ അവരെ ഒരു നല്ല രീതിയിൽ കരുതാനായിട്ട്, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് കൊടുത്ത പരിഗണന ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായില്ല. പിടികിട്ടിയോ? അപ്പോൾ 3 ഗ്രൂപ്പ്: യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, റോമാ സാമ്രാജ്യം. അപ്പോൾ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ ഈ യഹൂദന്മാരും ട്രൈ ചെയ്തിരുന്നു, റോമാ സാമ്രാജ്യവും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. 4 കാരണങ്ങളാണ് അതിനുണ്ടായിരുന്നത്. 1, പൊളിറ്റിക്കൽ. ഞാനിപ്പോൾ പറഞ്ഞത് കൈസറിനെയോ ആ റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാവിനെയോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തെ അവർ അംഗീകരിച്ചിരുന്നില്ല. ആരംഗീകരിച്ചിരുന്നില്ല? ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ അംഗീകരിച്ചിരുന്നില്ല. 2, റിലീജിയസ് ആയിരിക്കുന്ന പ്രശ്നമാണ്. അവർ റോമൻ ദൈവങ്ങളെ അവരെ സ്വീകരിച്ചിരുന്നില്ല. ക്രിസ്ത്യാനികൾ റോമൻ ദൈവങ്ങളെ, റോമൻ ഗോഡ്സിനെ അംഗീകരിച്ചിരുന്നില്ല. 3, സോഷ്യൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ക്രിസ്ത്യാനികളെല്ലാം വന്നത് ലോവർ ക്ലാസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാസ്റ്റ് അല്ല, ക്ലാസ്. ഓക്കെ. ചിലരൊക്കെ ഈ കാർപ്പൻ്റർ, നമ്മുടെ ഇവിടെ പറയുന്നതോട് യേശു ക്രിസ്തു കാർപ്പൻ്റർ കാസ്റ്റിൽ ജനിച്ചു എന്ന് പറയും. കാസ്റ്റ് അല്ല, അവിടെ കാസ്റ്റ് സിസ്റ്റം ഒന്നുമില്ല, ക്ലാസ്സാണ്. അതായത് എക്കോണമിക്കലി ഉള്ള ഡിഫറെൻ്റ് ലെവലിലുള്ള ക്ലാസ്സസാണ്. അപ്പോൾ താഴത്തെ ക്ലാസ്സിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ വന്നത്. പിന്നെ 4-മത്തെ കാര്യം, മുക്കുവന്മാർ, ശിഷ്യന്മാരെ മുക്കുവരെന്നാണ് പൊതുവേ പറഞ്ഞിരുന്നത്. മറ്റുള്ളവരുണ്ടെങ്കിൽ തന്നെയും മുക്കുവന്മാരുടെ ഒരു ഗ്രൂപ്പ്, അല്ലേ, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആദ്യത്തെ അടയാളവും നമുക്ക് മീനായിരുന്നു, അല്ലേ? കുരിശല്ല, മീനായിരുന്നു. കുരിശ് പിന്നെ വന്നതാണ് കേട്ടോ. മീനായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ എംബ്ലം, സിമ്പൽ. ഓക്കെ. അപ്പോൾ എക്കോണമിക്കലി ഉണ്ടായിരുന്നത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഐഡൽ വർഷിപ്പിനെ ക്രിസ്ത്യാനികളെ എതിർത്തുന്നിരുന്നതുകൊണ്ട് ഈ ഐഡൽസ് ഉണ്ടാക്കുന്നവർക്ക് എക്കോണമിക്കലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവരുടെ ബിസിനസ്സിനൊക്കെ അഫക്റ്റ് ചെയ്യുമായിരുന്നു. ഇത് വളർന്നു വന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് അവർ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 4 തലങ്ങളിൽ ഇവർക്ക് പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പോഴാണ് ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ റോമാ എംപറർ എന്ത് ചെയ്യുന്നത്? ഇവരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നത്. അതേറ്റവും ഫേമസ് നമുക്കറിയാം. ആരാ? നീറോ ചക്രവർത്തി, അല്ലേ? നീറോ ചക്രവർത്തിയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച രാജാവ്. അദ്ദേഹം പറഞ്ഞു, എന്ത് കുറ്റം അല്ലെങ്കിൽ എന്ത് അനിഷ്ട സംഭവങ്ങൾ നടന്നാലും രാജ്യത്ത് നടന്നാലും അതെല്ലാം ഈ ക്രിസ്ത്യാനികൾ നിമിത്തമാണ് എന്ന് അവരുടെ തലയിൽ കെട്ടിവെക്കുകയും അവരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യാനായിട്ട് തുടങ്ങി. AD 64 ഇത് നടക്കുന്നത്. അന്നൊരു വലിയ ഫയർ ഉണ്ടായി, ഒരു തീപിടുത്തമുണ്ടായി റോമാ സാമ്രാജ്യം. നമ്മൾ വായിക്കാറുണ്ടല്ലോ, റോമാ നഗരം കത്തിയെരിയുമ്പോൾ ആരാ വീണ വായിച്ചേ? ഇതൊക്കെ വായിക്കണം കേട്ടോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പഴയ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കണം. അന്ന് പഠിച്ചില്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ ശരിക്കും പഠിച്ചില്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്തൊന്ന് ഇപ്പോൾ വായിച്ചു നോക്കണം കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ചിലതൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും, പഴയതൊക്കെ ഒന്ന് മറന്നു പോകുന്നെങ്കിൽ. ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ നമ്മൾ പിന്നെ ഭാവിയിൽ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെയുള്ളത് എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നത്. ബേസിക് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, പഠിക്കേണ്ട സമയത്ത് പഠിച്ചോണം ഇക്കാര്യങ്ങളൊക്കെ. ഞാൻ ഡോക്ടറാവും എഞ്ചിനീയറാവും എന്നൊക്കെ ഉള്ളത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ബേസിക്കായിട്ട് പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുമായിരിക്കുന്ന ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം.
അക്ബർ ചക്രവർത്തിയുടെ കാര്യം എന്തൊക്കെ ഉണ്ടാക്കി, ഷേർഷാ എന്തൊക്കെ ഉണ്ടാക്കി ഇവിടെ, അല്ലേ? നമ്മൾ സ്പർജൻ സാറുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ ബൈഹാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അന്ന് എന്തായിരുന്നു ചക്രവർത്തി ചെയ്തത്? ഒരു ദിവസം ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു ഷേർഷാ അല്ല ചെയ്തത്, അത് മറ്റേ രാജാവാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഓഹോ, ഷേർഷാ അല്ല ചെയ്തത്. അപ്പോൾ ഷേർഷാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും മനസ്സിലായില്ല, ഞാനത് അന്യഭാഷ പറയുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഷേർഷാ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. ഓക്കെ, പണ്ട്. ഓക്കെ, ഭൂരിപക്ഷം പേർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നീറോ ചക്രവർത്തി അവിടെ തീ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ ക്രിസ്ത്യാനികളാണ് കാരണം എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നെ ഏറ്റവും പിന്നെ അത് കഴിഞ്ഞിട്ട് പെർസിക്യൂഷൻ നടത്തിയത് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ്. ഈ ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് എന്നാണ്. ഈ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ പോകുന്നതിനകം തന്നെ എല്ലാ അപ്പോസ്തലന്മാരും കൊല്ലപ്പെട്ടു. അവസാനം ശേഷിച്ച വ്യക്തിയാണ് ഈ യോഹന്നാൻ. നോക്കണം, എന്ത് ഭയമായിരിക്കും അല്ലേ? എല്ലാവരും മരിച്ചു. ഇനി എൻ്റെ ഊഴമാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു കാര്യത്തിൽ അവനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നത്. കൊന്നില്ല, അവിടെ ഇരുന്നുകൊണ്ടാണ് ദൈവം ഈ വെളിപ്പാട് അവർ നൽകുന്നത്. ഇപ്പോൾ യോഹന്നാൻ്റെ മനസ്ഥിതി നമുക്കിപ്പോഴൊന്ന് മനസ്സിലാകും. ഒരുപക്ഷെ പത്മോസ് ദ്വീപിൽ എൻ്റെ ജീവിതം മുഴുവൻ പോകുമെന്നുള്ള ധാരണയിൽ ആ ചിന്തയിലിരിക്കുക. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പത്മോസ് ദ്വീപിൽ നിന്ന് തിരിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തി മരണമടഞ്ഞതുകൊണ്ട് തിരിച്ച് എഫെസോസിലേക്ക് വരാനായിട്ട് അവനെ കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, ഇനി അവിടെ അപ്പം ഈ രംഗം മനസ്സിലായല്ലോ. എല്ലാ അപ്പോസ്തലന്മാരും മരിച്ചു. യേശുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരും അല്ലെങ്കിൽ യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും അവൻ്റെ സഭയുടെ എല്ലാം ചുമതല നൽകിയ അപ്പോസ്തലന്മാരെല്ലാം ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞു. യോഹന്നാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സഭയുടെ ഹെഡ് ആരാണ്? മനസ്സിലായോ? നാച്ചുറലി ആരാ? കൂടെയുള്ള മൂപ്പന്മാരൊക്കെ മരിച്ചുപോയി. പിന്നെ ആരാ മൂപ്പൻ? യോഹന്നാൻ. നാച്ചുറൽ. നിങ്ങൾ സാധാരണ ഉത്തരം പറഞ്ഞാൽ മതി, എനിക്ക് അപ്പോഴേ അത് തെറ്റാണെന്നോ എല്ലാം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സാധാരണ രീതിയിൽ അവിടെ വരേണ്ട ചിന്ത എന്താ? എല്ലാവരും പോയി, ഇനി ഞാനാണ്. അപ്പോൾ യോഹന്നാൻ്റെ ഭാവം എന്തായിരിക്കണം? ഞാനൊറ്റ ആളേ ഉള്ളൂ, എല്ലാം കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ ആൾ, ഞാനാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ. ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഞാൻ എന്തെല്ലാം കണ്ടിട്ട് വന്നിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന സഭയാണോ? ഞാൻ കണ്ടത് പണ്ടത്തെ സഭയല്ലേ, ഞാനാണ്, എനിക്കറിയാം അത്. കാരണം ഇൻ ദ ആബ്സെൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരില്ലാന്ന് കാണുമ്പോഴത്തേന് നമുക്കുണ്ടാകുന്ന ഒരു ഉയർച്ച, അത് യോഹന്നാന് നാച്ചുറലി അത് വരാമല്ലോ. വന്നാൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കുക, 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ. എന്തൊരു നല്ല പദപ്രയോഗമാണെന്ന് നോക്കിയേ. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ. ഓക്കെ, സഹോദരനാണ്. ഞാനല്ലാതെ ഹെഡും പോപ്പും ഒന്നും അല്ല, ഞാൻ വേറൊന്നും അല്ല, ഞാൻ ബിഷപ്പും ഒന്നും അല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടാളിയാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരെല്ലാം അതിൽ പത്രോസിനെ പോപ്പാക്കി, അതിനുശേഷം വന്നവരെല്ലാം ഇങ്ങനെ സസ്പെൻഷനായിട്ട് പോപ്പുമാരൊക്കെ ആയി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ചരിത്രം. ഇത് അവിടെയൊക്കെ ബ്രേക്കാണ്, അവിടെ ഒന്നുമില്ല. അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അന്നൊക്കെ പലരും നേതൃത്വത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പല എഴുത്തുകളും പല വ്യാഖ്യാനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയ വ്യക്തികളൊക്കെ പിതാക്കന്മാരെന്ന് പറയുന്നവരുണ്ടെങ്കിലും ഈ യോഹന്നാൻ്റെ പാത പിടർന്ന് അവരാരും വലിയൊരു ഇതിലേക്ക് വന്നില്ല. പിന്നെയാണ് അത് വരുന്നത്. ചരിത്രം പഠിച്ചാൽ അറിയാം, 3-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് പിന്നെ ഈ ആധിപത്യം വരുന്നത്. അതിന് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആരാണത് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ യോഹന്നാൻ പറയുകയാണ്, ഞാൻ സാധാരണ ഒരു അപ്പസ്തലനാണ്, അല്ലാതെ ക്ലർജി ലൈറ്റി എന്ന് പറയുന്ന അച്ഛന്മാരും ആത്മാരും എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അന്നില്ല. അത് ദൈവവചനത്തിലുള്ളൊരു കാര്യമേ അല്ല. ഈ ചിന്തകളൊക്കെ ഈ ലേറ്റർ സ്റ്റേജിൽ പിന്നെ വന്നതാണ്. അത് നമ്മളിനി കാണുന്നുണ്ട് കേട്ടോ, അതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട്. എന്നാൽ യോഹന്നാൻ്റെ സമയത്ത് ദർ വാസ് നോ ഡിവിഷൻ. അങ്ങനെയുള്ള ഒരു അച്ഛൻ അല്ലെങ്കിൽ മേലധികാരികൾ സഭയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവിടെ പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. സമയമാവുന്നു. ഒരു റെഫറൻസും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ പിന്നെയാണ് ചാൻസ് യോഹന്നാന് കിട്ടിയത്. എന്നാൽ ഇതുകൂടെ പറഞ്ഞു നിർത്തട്ടെ. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് 10-ാം വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. 10-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്ക്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. പത്രോസിൻ്റെ ആ അനുഭവം നോക്കുക. ഒരു പ്രത്യേക ദിവസത്തിൽ അവനങ്ങ് ആത്മവിവശനാകുകയാണ്. ആ വാക്കൊക്കെ എങ്ങനെ മലയാളത്തിൽ എനിക്കറിയില്ല, അതിൻ്റെയൊക്കെ എങ്ങനെ അത് നമുക്ക് പറയുവാനായിട്ട്. ഹി വാസ് എലിവേറ്റഡ് ടു സം അതർ ലെവൽ. ഏതോ ഒരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട് വിവശനായിട്ട് മാറുകയാണ്. എപ്പോഴാ? കർത്തൃ ദിവസത്തിൽ. എന്താ ഈ കർത്തൃ ദിവസം? അതിൻ്റെ ഈ കർത്തൃ ദിവസത്തിൻ്റെ ക്യാരക്ടർ, സ്വഭാവം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? കർത്തൃ ദിവസത്തിൻ്റെ സ്വഭാവം വരുന്നത് ആ കർത്തൃ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഇറ്റ് ടേക്സ് ക്യാരക്ടർ, ദ ക്യാരക്ടർ ഫ്രം ദ ലോർഡ്. യേശുക്രിസ്തുവിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് എടുക്കുന്നതാണ് ആ കർത്തൃ ദിവസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ശരിക്കും അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള ആ ദിവസത്തിൽ അവൻ, അല്ലെങ്കിൽ യോഹന്നാൻ കർത്താവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ ദിവസത്തിൽ അവൻ എന്ത് ചെയ്തു? വിവശനായിട്ട് മാറി, ഉയർത്തപ്പെടുകയാണ്. ആ നിലയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ചിലർ നമ്മൾ ചിലരുടെയൊക്കെ വ്യാഖ്യാനങ്ങളിൽ അത് സൺഡേ ആണെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയുള്ളൊരു പ്രത്യേക ദിവസമാണെന്ന് പറയുന്നവരുണ്ട്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് അത് ഏത് ദിവസമായിക്കോട്ടെ, ബട്ട് ഗോഡ് ദ ലോർഡ് വാസ് ഇൻ ടോട്ടൽ കൺട്രോൾ. കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ വന്ന ദിവസം അവിടെ അവന് ആ അല്ലെങ്കിൽ അവന് ആ നിലയിലേക്ക് ഉയരുകയാണ്. ഇവിടെ 2 വാക്കുകൾ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദ ഡേ ഓഫ് ദ ലോർഡ് എന്നുണ്ട്, ഇംഗ്ലീഷിൽ ലോർഡ്സ് ഡേ എന്നുമുണ്ട്. 2 വാക്കുകളൂടെ ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുള്ളത്. ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്നത് എ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ, അത് ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കുറച്ച് നാളുകളെയാണ് ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നതും. എന്നാൽ ഇവിടെ ഇത് പറയുന്നത് ഒരൊറ്റ ദിവസത്തെക്കുറിച്ച്, ലോർഡ്സ് ഡേ, കർത്താവ് നിയന്ത്രിക്കുന്ന ദിവസം എന്നുള്ള അർത്ഥം. അവിടെ ഒരു പ്രോഫറ്റിക്കൽ വിഷനിലേക്ക് ഇവിടെ ഉയർത്തപ്പെടുകയാണ്, ഒരു ദർശനത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ ആ ഉയർത്തപ്പെട്ടപ്പോഴത്തേന് നമുക്കിത് മനസ്സിലാക്കാൻ, ശബത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ശബത്ത് കർത്താവിൽ നിന്ന് വരുന്ന ദിവസമാണ്. ശബത്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. ഇറ്റ് ഈസ് ഫോർ ദ ലോർഡ്, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ. ഇനി ഇവിടെ ഈ സമയത്ത് യോഹന്നാൻ ഉയർത്തപ്പെടുകയാണ്. ഓക്കെ. ഉയർത്തപ്പെട്ടപ്പോഴാണ് ആ ഉന്നതമായ നിലയിൽ ഇരുന്നു കൊണ്ടാണ് ഇനി എഴുതുന്നത്, പറയുക, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതാനായിട്ട്. ദെൻ ഹി സ്റ്റാർട്ട്സ് റൈറ്റിംഗ്. ആത്മവിവശനായിട്ട് അവന് അത് എഴുതാനായിട്ട് പോവുകയാണ്.